ഓക്കെ, അപ്പോൾ ഗുഡ് ഈവനിങ് എവരിവൺ. നമ്മൾ ഹൈഡ്രോളിക്സിന്റെ മൂന്നാമത്തെ സെക്ഷനാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കുറേ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞായിരുന്നു അല്ലേ. വേപ്പർ പ്രഷർ എന്താണ്, സ്പെസിഫിക് വെയിറ്റ്, സർഫസ് ടെൻഷൻ, ക്യാപിലാരിറ്റി, ഇതിന്റെ ഇക്വേഷൻ കാര്യങ്ങളൊക്കെ അത് ശരിക്കും നമുക്ക് ഇതിന് മുമ്പ് നിങ്ങൾ കേട്ട ഒരു ഫിസിക്സിന്റെ ഒക്കെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. അത് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞ അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടും വരാം. അപ്പോൾ ആ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക മാക്സിമം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രഷറിനെ കുറിച്ചാണ്. എന്താണ് പ്രഷർ? ഓക്കെ, നമ്മളിപ്പം തിയറി ഓഫ് സ്ട്രക്ചേഴ്സിൽ നമ്മൾ സ്ട്രെസ്സിനെ കുറിച്ച് പഠിച്ചായിരുന്നു അല്ലെ. സ്ട്രെസ് എന്തായിരുന്നു? സ്ട്രെസ് ഒരു ഗിവൺ ഫോഴ്സ് ഒരു ഗിവൺ ഏരിയയിൽ ആക്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഫോഴ്സിന്റെ ഇന്റൻസിറ്റി കാണിക്കാനായിട്ട്, അതായത് ഒരു ഗിവൺ യൂണിറ്റ് ഏരിയയിൽ എത്രമാത്രം അതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? സ്ട്രെസ്. അതിന് ഈക്വലന്റ് ആയിട്ട് ലിക്വിഡിന്റെ കേസിൽ നമ്മൾ പറയുന്നതാണ് പ്രഷർ. ഓക്കെ, അപ്പം സ്ട്രെസ്സിന്റെ കേസിൽ ഡെഫിനിഷൻ ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? ഫോഴ്സ് ബൈ ഏരിയ എന്നായിരുന്നു നമ്മൾ പഠിച്ചത് അല്ലെ. ഈ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വസ്തു എത്രമാത്രം റെസിസ്റ്റൻസ് ആണ് ഈ ഒരു ഫോഴ്സിനെതിരെ കൊടുക്കുന്നത്, അതായിരുന്നില്ലേ നമ്മുടെ എന്ത്? സ്ട്രെസ്. റെസിസ്റ്റിംഗ് ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ അല്ലെ. കറണ്ട് പോയി. ഓക്കെ, ഫോൺ ചാർജ് ഇല്ലേ? ഇരുട്ടത്താണേലും ഇരുന്ന് പഠിക്കാൻ നോക്ക്. ഓക്കെ, നല്ല ഐശ്വര്യമാണല്ലോ. നോക്കാം. നമ്മളെന്താ പറഞ്ഞ? ഓക്കെ, പ്രഷർ. പ്രഷർ. അപ്പം ഒരു ഫ്ലൂയിഡിന്റെ കേസിൽ എനിക്കും പോയെന്ന് തോന്നുന്നു. എന്റെയും കറണ്ട് പോയത് തന്നെയാണ്. ഇൻവെർട്ടറിലും കണ്ടാണ് നിൽക്കുന്നത്. ഓക്കെ, വയനാട് മൊത്തം കറണ്ട് പോയെന്നാണല്ലോ തോന്നുന്നത്. ഓക്കെ, നമുക്ക് പ്രഷറിനെ കുറിച്ച് പറയാം. ഉള്ള ചാർജ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും. ഇങ്ങനെയാണ് എന്താ പണ്ട് മെഴുതിരി വെട്ടത്തിലൊക്കെ ഇരുന്ന് പഠിച്ച പോലത്തെ മൂഡായിക്കോട്ടെ. മൊബൈലിന്റെ ആ ഒരു വെളിച്ചത്തിൽ മാത്രം ഇരുന്ന് നമ്മൾ പഠിക്കാൻ പോവാണ്. കുഴപ്പമുണ്ടോ? ഇതൊക്കെ റെക്കോർഡ് ആവുന്നുണ്ടേ, നീ മാറ്റണ്ടേ? ഓക്കെ, ഇല്ല, റെഡി. അപ്പൊ നമ്മളിവിടെ പറഞ്ഞേ പൊളിക്കാം. പ്രഷറിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, പ്രഷർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഫ്ലൂയിഡിന്റെ കേസിലാണ്. ഏതൊക്കെ ഫ്ലൂയിഡാ ഉള്ളത്? ലിക്വിഡും ഉണ്ട്, ഗ്യാസും ഉണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്താൽ നമ്മൾ പ്രഷർ കുക്കറിന്റെ ആ വാൽവ് തുറക്കുമ്പോഴത്തേക്കും അതിനകത്തൂടെ എന്താണ്? ഗ്യാസ് പുറത്തേക്ക് വരുന്നില്ലേ? അതായത് ആ ഒരു പ്രഷർ കുക്കറിന്റെ എല്ലാ വാൾസിലും ആ ഒരു ഗ്യാസ് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുവാണ്. അത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഒരു ഭാഗത്തൂടെ അത് എസ്കേപ്പ് ആവും. നമ്മുടെ ബലൂൺ ആണെങ്കിലും ആ വാൾസിലേക്ക് എന്താണ്? ഈ ഒരു ഗ്യാസ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുവാണ്. അപ്പം ഈ ഒരു ഗ്യാസിന്റെ ഇപ്പൊ ഹീറ്റ് ചെയ്യുവാണെങ്കിൽ എന്താണ്? അത് കുറച്ചുകൂടി വികസിക്കാൻ നോക്കും. അപ്പം അതിന്റെ ആ ഒരു ഇന്റേണൽ അറേഞ്ച്മെന്റ് അനുസരിച്ച് ഇതിന്റെ വാൾസിലേക്ക് കൊടുക്കുന്ന ആ ഒരു ഫോഴ്സ് കൂടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ കൊടുക്കുന്ന ഈ ഒരു ഗ്യാസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ ഒരു ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് എന്ത്? ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് എന്ത്? ഫ്ലൂയിഡിന്റെ കേസിൽ ഈ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് എന്തായിട്ട് വരിക? പ്രഷർ ആയിട്ട് വരിക. അപ്പൊ ഡെഫിനിഷൻ അറിയണോ? ജസ്റ്റ് ഇത്രയും പറഞ്ഞു. ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? ആ ഒരു ലിക്വിഡ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. മനസ്സിലായോ? ഇപ്പൊ ഞാന് ഒരു സിലിണ്ടർ എടുത്തു എന്ന് വിചാരിക്കാം. നമ്മൾ പണ്ട് തിൻ സിലിണ്ടർ ഒക്കെ പറഞ്ഞ പോലത്തെ കേസ് ഓർക്കുക. ഓക്കെ, ഇതാണ് ഈ സിലിണ്ടറിന്റെ ഒരു വാൾവ്. ഈ രീതിയിലാണ് കേട്ടോ സിലിണ്ടർ. മനസ്സിലായി കാണും. അപ്പം ഇതിനകത്തൊരു ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ ഈ വാൾസിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആ ഒരു ഫ്ലൂയിഡിന്റെ എക്സേർട്ട് ചെയ്യുന്ന ഈ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഈ ഒരു സിലിണ്ടറിന്റെ ഈ ഒരു വാളിന്റെ ഏരിയ. അപ്പം പ്രഷർ എന്തായിട്ട് കിട്ടി? പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അതിന്റെ യൂണിറ്റ് എന്താണ്? പ്രഷറിന്റെ യൂണിറ്റ് എന്താണ്? പ്രഷറിന്റെ യൂണിറ്റ് പറ. അല്ലെങ്കിൽ സ്ട്രെസ്സിന്റെ യൂണിറ്റ് എന്തായിരുന്നു? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. പക്ഷെ ഫ്ലൂയിഡിന്റെ കേസിൽ നമ്മൾ എടുക്കുന്നത് എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് എന്ത്? പാസ്കൽ. ഇൻ ടേംസ് ഓഫ് പാസ്കൽ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഒരു പ്രഷർ പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. പക്ഷെ അവിടെ ഓർത്തോളൂ, അത് സ്ട്രെസ്സിന്റെ യൂണിറ്റ് ആണ്. അവിടെ നമ്മൾ എടുക്കുന്നത് ആ ഒരു റെസിസ്റ്റിംഗ് ഫോഴ്സ് ബൈ ഏരിയ ആയിരുന്നു. ഇവിടെ ഈ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആ ഒരു
ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ ആണ് പ്രഷറിന്റെ കേസിൽ. മെയിൻലി പ്രഷർ നമ്മൾ പറയുന്നത് എപ്പോഴും എന്തിന്റെ കേസിൽ മാത്രമാണ്? ഫ്ലൂയിഡിന്റെ കേസിൽ മാത്രമാണ്. അപ്പം ഈ ഒരു ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എക്സേർട്ടഡ് ബൈ ദി ഫ്ലൂയിഡ്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രഷർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? പാസ്കൽ. പാസ്കൽ. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ പറഞ്ഞേ. അപ്പം ഇത് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പാസ്കൽ പറഞ്ഞ സ്ഥിതിക്ക് എന്താണ് പാസ്കൽസ് ലോ? ഓർമ്മയുണ്ടോ? പാസ്കൽസ് ലോ. പാസ്കൽസ് ലോ പഠിക്കാനായിട്ട് ഇതൊരു ബീക്കറാണ്. ഒരു ബീക്കർ. അതിനകത്ത് ഒരു ചെറിയ എലിമെന്റ് എടുത്തു. ഞാൻ ഒരു ലിക്വിഡിന്റെ ചെറിയൊരു എലിമെന്റ് എടുത്തു. റെഡി? അപ്പം ഈ ഒരു ലിക്വിഡില് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? അല്ലെങ്കിൽ ഈ ഒരു ലിക്വിഡിലേക്ക് വരുന്ന എത്രമാത്രം ഭാരമായിരിക്കും ഈ ഒരു ലിക്വിഡിലേക്ക് വരിക? ഇതിന്റെ മേലെയുള്ള ലിക്വിഡ് കാരണം ഇതിനകത്തേക്ക് വരുന്ന ഫോഴ്സ് ആയിരിക്കില്ല ഇതിനകത്ത് ആക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ആ ഒരു ലിക്വിഡ് പാർട്ടിക്കിളിൽ വരുന്ന പ്രഷർ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അതിന്റെ മേലെയുള്ള പോർഷനിൽ അല്ലെ? അപ്പം ഈ ഒരു ഭാഗത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് DA ആണെന്ന് വിചാരിക്കുക. അതിന് മേലെയുള്ള ഫ്ലൂയിഡ് ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F ആയിട്ട് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ പ്രഷർ ആക്ടിങ് ഓൺ ദ സ്മോൾ എലിമെന്റ് എത്രയായിരിക്കും? ഞാൻ ഇതിനെ DP എന്ന് ഡിനോട്ട് ചെയ്യുന്നു. DP is equal to DF divided by DA. അതായത് ഒന്നുമില്ല, ഇത് ഇത്രേ ഉള്ളൂ. പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ലിക്വിഡ്, വെറുതെ നിൽക്കുന്ന ഒരു ലിക്വിഡ് ആണെങ്കിൽ ആ ഫോഴ്സ് എന്ന് പറയുന്നത് അതിന്റെ മേലെയുള്ള ലിക്വിഡ് കാരണം അതിനകത്തേക്ക് വരുന്ന ഭാരമായിരിക്കും. റെഡി? അത് നമ്മൾ സ്പെസിഫിക് വെയിറ്റും ആ ഒരു പ്രഷറിന്റെ ഇക്വേഷൻ എടുക്കാൻ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ഈ ഒരു ഇത് വെച്ച് ജസ്റ്റ് നമ്മൾ ആ ഒരു എന്തുമാത്രം എടുക്കുന്നത്, അതിന്റെ യൂണിറ്റ് മാത്രമാണ് എടുക്കുന്നത് നോർത്തോളൂ. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു പാസ്കൽ. 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 പാസ്കൽ എന്നാണ് പറയുന്നത്. പാസ്കൽസ് ലോ പറയുന്നത്, അപ്പൊ പാസ്കൽ നമ്മൾ പറഞ്ഞു, പാസ്കൽസ് ലോ പറയുന്നത് ഈ ഒരു ചെറിയ എലമെന്റിലെ, ഇവിടെ നിങ്ങൾക്ക് കാണുന്ന ഈ ഒരു ചെറിയ എലമെന്റില് അത് സ്റ്റാറ്റിക് ആണ്. സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്? അതിന് അനക്കമില്ല അല്ലെ? നിശ്ചലാവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. അപ്പം ഇതിനകത്ത് ഈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ഈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ഈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ഈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി അതൊരു ക്യൂബ് ആയിട്ട് വിചാരിക്കാം. ഞാൻ ആ എടുത്തിരിക്കുന്ന ആ ഒരു എലമെന്റ് ഒരു ക്യൂബ് ആണ് എന്ന് വിചാരിക്കാം. ക്യൂബ് പോലൊക്കെ തോന്നില്ലേ? അപ്പം ഇതിന് ഈ ഡയറക്ഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ഈ ഡയറക്ഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ഈ ഡയറക്ഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ ഞാൻ PZ എന്ന് വിളിക്കുന്നു. ഇത് PX, ഇത് PY. അപ്പൊ അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ എന്തായിരിക്കും? അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ ഞാനിവിടെ PX ഉം PY ഉം PZ ഉം പറഞ്ഞു. ഞാൻ പാസ്കൽസ് ലോ പറയുന്നത് എന്തായിരിക്കും? ആ ഒരു ചെറിയ എലമെന്റ് എടുത്തു കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സുകളും എന്തായിട്ട് വരും? എന്തായിട്ട് വരും? എന്തേലും ഒന്ന് പറഞ്ഞേ, എന്തായിട്ടാ വരിക? വിൽ ബി ഈക്വൽ. അതായത് PX ഈക്വൽ ടു PY ഈക്വൽ ടു PZ. എല്ലാ ഡയറക്ഷനും ഒരു സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു ഫ്ലൂയിഡിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സുകളും എന്തായിട്ട് വരും? ഈക്വൽ ആയിട്ട് വരും. ഇതാണ് എന്ത് ലോ പറയുന്നത്? പാസ്കൽസ് ലോ പറയുന്നത്. റെഡിയാണോ? അതുകൊണ്ട് തന്നെയാണ് ആ ഒരു നിശ്ചലാവസ്ഥയിൽ തന്നെ നിൽക്കുന്നത്. അതേസമയം ഒഴുകുന്ന ഒരു ഫ്ലൂയിഡ് ആണ് എന്താണ്, ഇത് ബാലൻസ് അല്ലാണ്ട് വരുന്നു. അവിടെ ചിലപ്പം ആ ഒരു വൈ ഡയറക്ഷനിലുള്ള ഫോഴ്സ് കൂടുന്നത് കാരണം എന്താണ്, അതൊരു ലോവർ ഏരിയ, അതായത് ഒരു ഇറക്കത്തിലേക്കാണ് നമ്മൾ ഒഴിക്കുന്നതെങ്കിൽ ആ ഒരു ലോവർ ഗ്രാവിറ്റി ഉള്ള ആ ഭാഗത്തേക്ക് അത് ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ജസ്റ്റ് PX ഉം PY ഉം PZ ഉം ഈക്വൽ ആയിട്ട് വരും. അതായത് ഒരു ഗിവൺ ഫ്ലൂയിഡ് എലിമെന്റിലെ എല്ലാ ഡയറക്ഷനിലെയും ഫോഴ്സും ഈക്വൽ ആയിട്ട് വരും. അപ്പൊ ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതാൻ ഇത്രയേ ഉള്ളൂ. അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ, the pressure in a fluid element is equal in all direction.
ഓക്കെ, ദി പ്രഷർ ഇൻ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് എലിമെന്റ് കൂടെ ഒന്ന് എഴുതാം കേട്ടോ. സ്റ്റാറ്റിക് ആയിരിക്കണം. PDF ആയി തരാം, നോക്കട്ടെ. ഓക്കെ, ഇപ്പൊ നോട്ട് എഴുതി എടുക്കണം കേട്ടോ അൻസിന. PDF ആക്കി തരാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇവിടെ പാസ്കൽസ് ലോ എന്താ പറയുന്നത്? ദി പ്രഷർ ഇൻ എ ഫ്ലൂയിഡ് എലിമെന്റ് ഇൻ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് എലിമെന്റ് ഈസ് ഈക്വൽ ഇൻ ഓൾ ഡയറക്ഷൻസ്. ഓർക്കാൻ പറ്റുമല്ലോ അല്ലെ? ഈ ഒരു എന്താണ് പാസ്കൽസ് ലോന്റെ ആപ്ലിക്കേഷൻ ആണ് ഇനി നമ്മളൊന്ന് നോക്കുന്നത്. അത്ര ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് പറഞ്ഞു നോക്കാം. ഇപ്പൊ ഞാനിവിടെ ഈ ഒരു ഭാഗത്ത് ഇതെന്താണ്, ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ് ഈ കാണുന്നത് അല്ലെ? ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ് ഈ കാണുന്നത്. അപ്പം ഇവിടെ ഞാനൊരു ഫോഴ്സ് P അപ്ലൈ ചെയ്യുവാണ് എന്ന് വിചാരിക്കുക. P1 എന്ന് പറയുന്ന ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്യുവാണ്. റെഡി? ഇതിന്റെ ഏരിയ A1 ആണ്. ഈ ഭാഗത്തെ ഏരിയ എന്ന് പറയുന്നത് A2. ഈ ഭാഗത്തെ ഏരിയ A2. ഇവിടെ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഫോഴ്സിനെ ഞാൻ F2 ആയിട്ട് എടുക്കുന്നു. ഇവിടുത്തെ F1 ആയിട്ട് എടുക്കാം കേട്ടോ. റെഡി? മനസ്സിലായോ? അതായത് ഇവിടെ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഫോഴ്സ് F1, അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് A1, ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് F2, ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് A2. അപ്പൊ പാസ്കൽസ് ലോ പ്രകാരം ഇവിടെയായിട്ട് പ്രഷർ P1 ആണെങ്കിൽ ഈ ഒരു സ്റ്റാറ്റിക് ലിക്വിഡിന്റെ ഈ ഒരു ഭാഗത്തും എത്ര തന്നെ ആയിരിക്കണം പ്രഷർ വരേണ്ടത്? P1 തന്നെ ആയിരിക്കണം. അതായത് ഈ രണ്ട് ഭാഗത്തേക്കും ആ ഒരു ഫ്ലൂയിഡ് എലിമെന്റിന് എല്ലാ ഭാഗത്തും ത്രൂ ഔട്ട് ഒരേ പ്രഷർ ആയിരിക്കണം വരേണ്ടത്. മനസ്സിലായോ? അതായത് അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ നമുക്ക് പറയാം P1 is equal to P2. റെഡിയാണോ? രണ്ട് ഫ്ലൂയിഡ് എലിമെന്റിന് സ്റ്റാറ്റിക് ആയതുകൊണ്ട് രണ്ട് പോയിന്റ്സിലും എന്ത് തന്നെ ആയിരിക്കണം? പ്രഷർ ഈക്വൽ ആയിട്ട് വരണം. അതായത് ഒന്നാമത്തെ പോയിന്റിൽ എനിക്കൊന്നും കിട്ടുന്നില്ല, എന്നാ പറ്റി? മനസ്സിലാവുന്നില്ലേ അഞ്ജന? അതേ റേഞ്ച് ഇല്ലാത്തയാണോ? ഓക്കെ, എല്ലാവർക്കും കേൾക്കുന്നില്ലേ? ഇത് മനസ്സിലാവാണ്ട് വരുന്നുണ്ടോ? റെഡിയാണെന്ന് തോന്നുന്നു. ഓക്കെ, ടൈപ്പ് ചെയ്യാം. അപ്പത്തേക്ക് ഞാൻ പറഞ്ഞോളാം. ജസ്റ്റ് ഇവിടുത്തെ P1 എന്ന് പറയുന്നത് എന്താണ്? F1 ഡിവൈഡഡ് ബൈ A1 അല്ലെ? ഓക്കെ, P2 എന്ന് പറയുന്നത് എന്തായിരിക്കും? F2 ഡിവൈഡഡ് ബൈ A2 അല്ലെ? P1 ഉം P2 മനസ്സിലായില്ലേ? കണക്ട് ആവാൻ അതുകൊണ്ട് എവിടെയൊക്കെ ഒരു പ്രശ്നം. ഓക്കെ, നോക്കാം. അത് കഴിഞ്ഞ് റെക്കോർഡ് ക്ലാസ് കാണുമ്പോഴത്തേക്കും കുറെ ഒക്കെ ക്ലിയർ ആവൂലേ? ടെൻഷൻ അടിക്കണ്ട. പരമാവധി അതിന് മുമ്പ് അധികം കണ്ടിന്യൂഷൻ ഒന്നും വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും മിസ്സായി വരുമ്പോഴത്തേക്കും പുതിയൊരു കാര്യം പറയുന്ന പോലെ തോന്നുന്നു. ഇതെല്ലാവരും ഇത്രയും ഭാഗം തന്നെ കേൾക്കുന്നുള്ളൂ. ആ ഒരു സമയത്ത് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ മിസ്സാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കും കേട്ടോ. അപ്പം F1 ഡിവൈഡ് ബൈ A1 is equal to F2 ഡിവൈഡ് ബൈ A2 എന്ന് എഴുതാലോ. കാരണം എന്താണ്? രണ്ട് പോയിന്റിലും സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ആയതുകൊണ്ട് രണ്ട് പോയിന്റ്സിലും വരുന്ന പ്രഷർ തുല്യമായിട്ട് വരും. ഓക്കെ, അപ്പൊ P1 ഡിവൈഡ് ബൈ A1 F1 ഡിവൈഡ് ബൈ A1 is equal to F2 ഡിവൈഡ് ബൈ A2. ഇനി ഇവിടെ നമ്മളൊരു ഹൈഡ്രോളിക് ലിഫ്റ്റിനൊക്കെ കേസിൽ A1ന്റെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇത് കുറച്ചും കൂടെ കൂടുതൽ ഏരിയ ഉള്ളതല്ലേ? ഈ A2 എന്ന് പറയുന്നത് A1നേക്കാളും കൂടുതലല്ല. അതായത് A2 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 10 ടൈംസ് A1 ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഫോഴ്സിന്റെ കമ്പാരിസൺ ആണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? F1 ഡിവൈഡ് ബൈ A1 is equal to F2 ഡിവൈഡ് ബൈ 10A1. കാരണം എന്താണ്? A2 എന്ന് പറയുന്നത് A1ന്റെ 10 ഇരട്ടിയോളം വലുതാണ്. അപ്പം ഇതിനകത്ത് A1ഉം A2ഉം A1ഉം ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടി? F2 is equal to 10 ടൈംസ് F1. അതായത് നമ്മൾ F1ൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അതിന്റെ 10 മടങ്ങായിട്ടായിരിക്കും F2 ആക്ട് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ഒരു ചെറിയ ഫോഴ്സ് കൊടുത്താൽ അതിന്റെ 10 മടങ്ങിലായിരിക്കും അവിടെ നിന്നൊരു ഇത് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ചെറിയ എഫേർട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഈ ഒരു കാറിനെയൊക്കെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, കാറിനെയൊക്കെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ ജസ്റ്റ് എനിക്കൊരു ചെറിയ ഒരു ഇത് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ പറഞ്ഞേക്കുന്നത് പാസ്കൽസ് ലോ പ്രകാരം ഫോഴ്സ് എന്ന് ഞാൻ ഇടയ്ക്ക് പറഞ്ഞു തോന്നുന്നു അല്ലെ? ഫോഴ്സ് അല്ല, ആ ഒരു പോയിന്റിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ആണ് കേട്ടോ. PXും PYും PZും ആ ഒരു ക്യൂബിൽ ആക്ട് ചെയ്യുന്ന X ഡയറക്ഷനിലുള്ള പ്രഷർ ആണ് PX, Y ഡയറക്ഷനിലുള്ള പ്രഷർ ആണ്
പി വൈ, ഇസഡ് ഡയറക്ഷനിലുള്ള പ്രഷറാണ് പി ഇസഡ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിൽ കുഴപ്പമില്ല. ദി പ്രഷർ ഇൻ എ ഫ്ലൂയിഡ് എലമെന്റ് ഇസ് ഈക്വൽ ഇൻ ഓൾ ഡയറക്ഷൻ. ഞാൻ പക്ഷെ പറഞ്ഞ കേസിൽ ഈ പി ഇസഡും പി എക്സും പി വൈയും ഫോഴ്സ് ആയിട്ട് പറഞ്ഞോ എന്നൊരു സംശയം. അപ്പൊ കൺഫ്യൂഷൻ ആയി പോകരുത്. ഫോഴ്സ് അല്ല, പ്രഷർ ആണ്. ഒരു സ്റ്റാറ്റിക് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ് എലമെന്റ് ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് എല്ലാ ഡയറക്ഷനും തുല്യമായിട്ട് വരും. ഓക്കെ ആണോ? അവിടെ അങ്ങനെ പറഞ്ഞോ എന്നൊരു സംശയം. കൺഫ്യൂഷൻ ആയോ? ഓക്കെ ആണോ? വേഗം പറഞ്ഞേ. ഇല്ല, കണ്ടിന്യൂ ചെയ്യട്ടെ. അപ്പൊ പാസ്കൽസ് ലോ എന്താണ് എന്ന് ഓർക്കണം. അതിന്റെ കൂടെ തന്നെ പാസ്കൽസ് ലോന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് എന്ത്? ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഓക്കെ, ഈ ഹൈഡ്രോളിക് ലിഫ്റ്റും ജാക്കും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സിലൊക്കെ വരുന്നതാണ്. അപ്പം അത് മനസ്സിലാവുന്നത് നല്ലതാണ്. നമ്മൾ ഇവിടെ ഒരു ചെറിയ എഫേർട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതിന്റെ എത്രയോ മടങ്ങായിട്ട് നമുക്ക് അപ്പുറം കിട്ടും. ആ രീതിയിൽ കേട്ടോ. ഓക്കെ, ഇനി അടുത്തത്, ഇപ്പൊ നമ്മൾ പ്രഷറിന്റെ കേസ് പറഞ്ഞു അല്ലെ. ഇനി അടുത്തതായിട്ട് പറയാനുള്ളതാണ് പ്രഷർ ഹെഡ്. എന്താണ് പ്രഷർ ഹെഡ്? ബിയ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. ഓക്കെ, പ്രഷർ ഹെഡ് അതായത് നമ്മളിപ്പോ നോർമൽ ആയിട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഒക്കെ നമ്മൾ പറയുന്നത് എന്തായിട്ട് തന്നെയാണ്? നമുക്ക് പാസ്കൽ ഒക്കെ ആയിട്ട് നമുക്ക് പറയാം. അപ്പം ഈ ഒരു പ്രഷർ നമുക്കിപ്പോ ഒരു പൈപ്പിന്റെ ഉള്ളിൽ ഒക്കെയുള്ള പ്രഷർ നോർമലി നമ്മളൊരു ഹൈറ്റിന്റെ ടേംസിലേക്ക് നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പൈപ്പിനകത്ത് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ മാനോമീറ്റർ ഉപയോഗിക്കും. അതിനകത്ത് ഒരു ഹൈറ്റിന്റെ ടേംസിലാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? പ്രഷറിനൊക്കെ മെഷർ ചെയ്യുന്നത്. അല്ലാണ്ട് അവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഈ നമ്മള് ടയറിലൊക്കെ പ്രഷർ നോക്കാൻ നേരത്തെ അവിടെ കറക്റ്റ് ഒരു വാല്യൂ ഉണ്ട്. പക്ഷെ അതല്ലാണ്ട് നമ്മളൊരു വാട്ടർ കോളത്തിന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ലിക്വിഡ് മീഡിയത്തിലേക്ക് ഈ ഒരു പ്രഷറിനെ അളക്കാൻ വേണ്ടി നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഹെഡിന്റെ ടേംസിലാണ് പറയാറ്. ഞാൻ പറഞ്ഞേക്കുന്നത് മനസ്സിലായിട്ടില്ല, ഒന്നുകൂടെ പറയാം. ജസ്റ്റ് കാണുക, നമ്മളിപ്പോ ടയറിലെ പ്രഷർ നോക്കാനാണെങ്കിലും നമ്മൾ അതിനകത്ത് ഒരു ഇത് വെച്ചിട്ട് അതിനകത്ത് കറക്റ്റ് റീഡിങ് കാണും. പക്ഷെ എല്ലാ കേസിലും നമുക്ക് ഇതേപോലെ ഒരു പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു ഭാഗത്ത് ഈ സ്പിരിറ്റ് ലെവൽ പോലത്തെ ഒരു ട്യൂബ് കൊണ്ട് വെച്ചാൽ എന്താ സംഭവിക്കുക? ഇതിനകത്ത് ഈ ടയറിന്റെ ഉള്ളിലെ അല്ലെങ്കിൽ ആ ഒരു സിലിണ്ടറിന്റെ ഉള്ളിലെ പ്രഷറിനെ കണക്കാക്കിയിട്ട് നമുക്ക് ഈ ലിക്വിഡ് ഒരു സ്ട്രെയിറ്റ് ട്യൂബിനകത്ത് ഒരു ഹൈറ്റ് കിട്ടും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു ഫ്ലൂയിഡിന്റെ മെഷർമെന്റ് കണ്ടുപിടിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു സിലിണ്ടറിന്റെ ഉള്ളിലെ പ്രഷർ ഇൻ ടേംസ് ഓഫ് എ ഹൈറ്റ്, അതായത് ഒരു ലിക്വിഡ് മീഡിയത്തിൽ കൂടെ നമ്മൾ എടുക്കാൻ പോവാണ്. അത് കൂടുതലായിട്ട് നമ്മൾ ഈ മാനോമീറ്റേഴ്സിന്റെ കാര്യങ്ങൾ പറയാൻ നേരത്ത് നിങ്ങൾക്ക് ഇതാകും. അപ്പം ജസ്റ്റ് ഓർത്തോളൂ, നമ്മളൊരു വാട്ടർ കോളത്തിന്റെ ടേംസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഹൈറ്റിനെ എത്തിക്കാൻ ശ്രമിക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറയുമോ? റിപ്പീറ്റ് ചെയ്യണേ പറയാം. ഇപ്പൊ പറഞ്ഞാണോ? ഒന്നുകൂടെ പറയാം. ജസ്റ്റ് കാണുക. നോർമലായിട്ട് ഓക്കെ, റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ പ്രഷർ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമുക്ക് എപ്പോഴും എന്തിലായിരിക്കും? പാസ്കലിലൊക്കെയാണ് നമ്മൾ എടുക്കുക അല്ലെ? പ്രഷർ പാസ്കലിലൊക്കെയാണ് പ്രഷർ മെഷർ ചെയ്യുന്നത്. ഇനി ഈ പ്രഷർ തന്നെ നമുക്ക് എല്ലാ കേസിലും ഇതേപോലെ പാസ്കലിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കത്തില്ല. ആ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലിക്വിഡ് കോളത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ലിക്വിഡ് ട്യൂബിനകത്ത് നമുക്ക് എത്ര ഹൈറ്റിലേക്കാണ് ഈ ഒരു ലിക്വിഡിനെ ഡിസ്പ്ലേസ് ചെയ്തത് എന്നനുസരിച്ച് നമുക്ക് എടുക്കാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രഷർ ഹെഡ്. ഓക്കെ, ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിയാവാൻ ചാൻസ് ഇല്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് കാണാം, ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഇവിടെ ഒന്ന് നോക്കുക. നമ്മളിപ്പം ഇവിടെ നിങ്ങൾക്ക് ഒരു സിലിണ്ടർ കാണാം. ഓക്കെ, ഒരു സിലിണ്ടർ കാണാലോ ഇവിടെ. ഇതിനകത്ത് വെള്ളമാണ്. അപ്പം ഇതിനകത്ത് ഈ ഒരു പോർഷൻ എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഒരു വെള്ളത്തിന്റെ ലെവൽ എന്ന് പറയുന്നത് h ആണ്. ഈ ഒരു ലിക്വിഡിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് z ആണ്. റെഡി? ഇത്രയും മനസ്സിലായോ? പ്രഷർ ഹെഡിലേക്ക് ഞാൻ എത്താം, കൺഫ്യൂഷൻ ആവണ്ട. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു z ഡെപ്തില്, ഫ്രീ സർഫസിൽ നിന്ന് z ഡെപ്തില് ഞാനൊരു ചെറിയ പോർഷൻ എടുത്തു. മൊത്തത്തിലുള്ള ആ ഒരു വെള്ളത്തിന്റെ ഹൈറ്റ് h ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോർഷനിലേക്ക് ആക്ട് ചെയ്യുന്ന
ഫോഴ്സ് എന്തായിരിക്കും? ആ ഒരു പോർഷനിലേക്ക് വരുന്ന ഫോഴ്സ് എന്തായിരിക്കും? അതിന്റെ മേലെയുള്ള വെള്ളത്തിന്റെ വെയിറ്റ് ആയിരിക്കൂലേ? റെഡിയാണോ? അതിന്റെ മേലെയുള്ള വെള്ളത്തിന്റെ വെയിറ്റ് ആയിരിക്കൂലേ ഇതിനകത്തേക്ക് ആക്ട് ചെയ്യുന്നത്? ഇത്രയും പോർഷനുള്ള വെള്ളത്തിന്റെ വെയിറ്റ് ആയിരിക്കൂലേ ഈ ഒരു പോർഷനിൽ വരിക? റെഡി അല്ലേ? റെഡി. ഓക്കെ. അപ്പം ഈ ഒരു വെള്ളത്തിന്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വെള്ളത്തിന്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിന്റെ യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു അവിടുത്തെ വോളിയം എടുത്താൽ പോരെ? അതിന്റെ യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു അവിടുത്തെ വോളിയം. റെഡിയാണോ? അതായത് ഈ ഒരു വെള്ളത്തിന്റെ ഒരു യൂണിറ്റ് ഏരിയയിലുള്ള വെയിറ്റ് ആണ് എന്ത്? സ്പെസിഫിക് വെയിറ്റ്. സ്മോൾ w കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ മേലെയുള്ള ഭാഗത്തിന്റെ വോളിയം നമുക്ക് വേണേൽ കണ്ടുപിടിക്കാം. സ്പെസിഫിക് വെയിറ്റ് ഇൻറ്റു വോളിയം ചെയ്താൽ പോരെ മൊത്തത്തിലുള്ള വെയിറ്റ് കണ്ടുപിടിക്കാനായിട്ട്? മനസ്സിലായില്ല, ഒന്നുകൂടെ പറയാം. സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ വോളിയം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്? ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു വെയിറ്റ് ആയിരിക്കും. ഈ വെയിറ്റ് ഇൻറ്റു ഈ വോളിയം ചെയ്ത് എന്ത് കിട്ടും? അവിടെ വരാൻ പോകുന്ന ആ ഒരു പാർട്ടിക്കിളിൽ വരുന്ന വെയിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റൂലേ? റെഡി അല്ലേ? അതായത് വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് എബവ് ദാറ്റ് പോർഷൻ വിൽ ബി ഈക്വൽ ടു സ്പെസിഫിക് വെയിറ്റ് ഇൻറ്റു വോളിയം. റെഡി? ഓക്കെ, മനസ്സിലായെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു അരുണിമ ബോഡി വരയ്ക്കരുത്, ഇവിടെ പേര് തിരിഞ്ഞു വരും. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു പോർഷന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ സിലിണ്ടറിന്റെ ഏരിയ ആയിരിക്കൂലേ? അപ്പൊ ഞാൻ ഈ സ്പെസിഫിക് വെയിറ്റ് ഇൻറ്റു ഏരിയ ഇൻറ്റു ഇത്രയും ഭാഗത്തെ ഹൈറ്റ് എത്രയായിരുന്നു? ഇതിന്റെ മേലെയുള്ള ഹൈറ്റ് എത്രയാ? ആ ഒരു സിലിണ്ടറിന്റെ മേലേക്കുള്ള ഹൈറ്റ് എത്രയാ? എച്ച് ആണോ ഇസഡ് ആണോ? നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന പോയിന്റ് ഏതാണ്? ഈ പോയിന്റ് മുതൽ മേലേക്കുള്ളതിന്റെ ഭാരം മാത്രമല്ലേ അവിടെ വരുള്ളൂ. അപ്പൊ എന്താണ്? ഇസഡ്. അപ്പൊ എന്ത് വരും? ഇസഡ് വരും. തെറ്റിപ്പോയത് കേട്ടോ. WA ഇൻറ്റു ഇസഡ്. ഇതാണ് അതിന്റെ മേലെയുള്ള ആ ഒരു വെയിറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് ആക്ട് ചെയ്യുന്ന വെയിറ്റ് കിട്ടി, അല്ലെങ്കിൽ അവിടെ വരുന്ന ഫോഴ്സ് കിട്ടി. അപ്പം ഈ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എത്രയായിരിക്കും? പ്രഷർ എത്രയായിരിക്കും? ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ അല്ലേ? അല്ലേ? ആ ഒരു പോയിന്റിലെ പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ. അപ്പൊ അത് നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? WAZ ഡിവൈഡഡ് ബൈ A. W എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക് വെയിറ്റ് അല്ലേ? അപ്പൊ ഇതിനകത്ത് എയും ക്യാൻസൽ ആയി പോയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രഷർ അറ്റ് ദാറ്റ് പോയിന്റ് ഞാൻ P എന്ന് കാണിക്കുന്നു. ഈ പോയിന്റ് A ആണെങ്കിൽ PA ഈക്വൽ ടു എന്ത് കിട്ടി? സ്പെസിഫിക് വെയിറ്റ് ഇൻറ്റു ഇസഡ്. സ്പെസിഫിക് വെയിറ്റ് ഇൻറ്റു ഇസഡ്. ഈ ഇക്വേഷൻ വന്നത് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒരു ഓക്കെ പറഞ്ഞേ, അല്ലെ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഈ സ്പെസിഫിക് വെയിറ്റ് കണ്ടുപിടിച്ച ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റുമോ? സ്പെസിഫിക് വെയിറ്റ് കണ്ടുപിടിച്ച ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റുമോ? സ്പെസിഫിക് വെയിറ്റ് കണ്ടുപിടിച്ച ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റുമോ? എങ്ങനെയാ, എന്താ ചെയ്യുക? നവ്യ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നവ്യ ഇപ്പൊ പറയാം. എങ്ങനെയാ കണ്ടുപിടിക്കുക? എന്താ ചെയ്യണ്ടേ? സ്പെസിഫിക് വെയിറ്റ് കണ്ടുപിടിച്ചാ എങ്ങനെയാണ് നമുക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റുക? A ഇൻറ്റു വെച്ചാ വേണം ആലോചിക്കട്ടോ. അപ്പത്തേക്ക് ഞാനിത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്താ. ഓക്കെ, അതായത് ഡെൻസിറ്റി എന്ന് പറയുന്നത് സ്പെസിഫിക് വെയിറ്റ് ബൈ G ആണ് അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് സ്പെസിഫിക് വെയിറ്റ് ആണ് തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റിയിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? റോ ഇൻറ്റു G ചെയ്യണം. അപ്പൊ നമുക്ക് PA എന്ന് പറയുന്നത് റോ G ഇൻറ്റു ഇസഡ് വരും. സെഡ് എന്ന് പറയുന്നത് ഫ്രീ സർഫസിൽ നിന്ന് അവിടം വരെയുള്ള ആ ഒരു ഡെപ്ത്, റോ എന്ന് പറയുന്ന ആ ഒരു ലിക്വിഡിന്റെ ഡെൻസിറ്റി, G എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. മനസ്സിലായോ? ഈ ഒരു ഇക്വേഷൻ സ്വന്തമായിട്ട് എഴുതാൻ നോക്കിക്കേ. അപ്പത്തേക്ക് ഞാനിത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് തരാം. ജസ്റ്റ് നോക്കുക. ഇതാണ് നമ്മുടെ ഫ്ലൂയിഡ് എലിമെന്റ്. ഓക്കെ, അപ്പൊ
ഈ ഒരു പോർഷനിൽ ഒരു ഇസഡ് ഡെപ്തിൽ ഞാനൊരു പാർട്ടിക്കിൾ കൺസിഡർ ചെയ്തു. മൊത്തത്തിലുള്ള ഡെപ്ത് എന്ന് പറയുന്നത് എച്ച്. നമ്മൾ ഒരു ഇസഡ് ആഴത്തിൽ ഒരു ചെറിയ പോർഷൻ കൺസിഡർ ചെയ്തു. അപ്പം ഈ ഒരു പോർഷനിലേക്ക് വരുന്ന പ്രഷർ എത്രയാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, നവ്യ കേൾക്കുന്നുണ്ടോ? ഈ പറഞ്ഞത് മനസ്സിലായോ? ഇത്ര മനസ്സിലായോ? ഓക്കെ. അപ്പം ഈ ഒരു പോർഷനിലെ പ്രഷർ കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും ആദ്യം തന്നെ ഇതിനകത്തേക്ക് ഈ ഒരു പോയിന്റിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കണം. ആ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിന്റെ മേലെയുള്ള ലെയർ കാരണം അതിനകത്തേക്ക് വരുന്ന വെയിറ്റ് അല്ലെ? അതായത് നമ്മളൊരു പോയിന്റ് എടുക്കുന്നു, അതിന്റെ മേലെ കുറെ വെള്ളമുണ്ട്. അപ്പം ഈ ഒരു വെള്ളത്തിന്റെ വെയിറ്റ് അല്ലേ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. വേറെ എന്തെങ്കിലും ഫോഴ്സ് അതിനകത്ത് വരുന്നുണ്ടോ? കാരണം ഇത് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുമല്ലേ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ആണെന്ന് വിശ്വസിക്കുന്നു. പറയുന്നില്ല. പോയോ? നവ്യ കേൾക്കാവോ? ഓക്കെ ഓക്കെ. അപ്പോ ഈ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അതിന്റെ മേലുള്ള വെയിറ്റ് ആയിരിക്കും. അപ്പൊ നമുക്കൊരു ലിക്വിഡിന്റെ മൊത്തത്തിലുള്ള വെയിറ്റ് അവിടെ പോയിട്ട് നമുക്ക് അളക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കേസ് എന്താണ്? ഒരു വെള്ളത്തിന്റെ സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ ഒരു കൺസിഡർ ചെയ്തിരിക്കുന്ന ആ ഒരു ലിക്വിഡിന്റെ സ്പെസിഫിക് വെയിറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പം അതാണ് നമ്മുടെ W. സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വോളിയത്തിന്റെ, ഒരു ഗിവൺ വോളിയത്തിന്റെ വെയിറ്റ് എത്രയാണെന്നാണ്. അതായത് ടോട്ടൽ വെയിറ്റ് ഡിവൈഡ് ബൈ വോളിയം അല്ലേ സ്പെസിഫിക് വെയിറ്റ്. അതൊരു ലിക്വിഡിന് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോ സ്പെസിഫിക് വെയിറ്റ് ത്രൂ ഔട്ട് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സ്പെസിഫിക് വെയിറ്റ് ഇൻറ്റു വോളിയം ചെയ്യുമ്പോൾ എന്താണ്? ഇത്രയും ഭാഗത്ത്, അതായത് ഈ ഒരു പോർഷന്റെ വോളിയം എടുക്കുക. ഓക്കെ, ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇസഡ് ആണ്. അതൊരു ഏരിയ ആണ്, ഒരു സർക്കിൾ അല്ലേ, അതിന്റെ ഏരിയ എ. അങ്ങനെയാണെങ്കിൽ സ്പെസിഫിക് വെയിറ്റ് ഇൻറ്റു വോളിയം ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇതിന്റെ ഈ ഒരു കൺസിഡർ ചെയ്തിരിക്കുന്ന പോയിന്റിന്റെ മേലേക്ക് വരുന്ന വെയിറ്റ് നമുക്ക് കിട്ടൂലേ ഈ ഒരു ഇക്വേഷനിൽ നിന്ന്? സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ബൈ വോളിയം. അപ്പൊ അതിൽ നിന്ന് ടോട്ടൽ വെയിറ്റ് എന്ന് കിട്ടും? സ്പെസിഫിക് വെയിറ്റ് ഇൻറ്റു വോളിയം. ഓക്കെ ഓക്കെ കൂടെ പറഞ്ഞേ. ഓക്കെ, അപ്പോ വോളിയം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ലേ? ഇസഡ് ആണ് ആഴം. ആ ഒരു ചുറ്റളവ് എന്ന് പറയുന്നത് എ. അങ്ങനെയാണെങ്കിൽ എ ഇൻറ്റു ഇസഡ്, എ ഇൻറ്റു ഇസഡ്. ഇതാണല്ലോ ഞാൻ അവിടെ എഴുതിയത്. ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയേക്കുന്ന? ഈ പോയിന്റ് എയിൽ വരുന്ന ഫോഴ്സ് കിട്ടി. പ്രഷറിലേക്ക് എത്താൻ എന്ത് ചെയ്യണം? പ്രഷറിലേക്ക് എത്താൻ എന്ത് ചെയ്യണം? ആ ഒരു ഏരിയ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും W A Z ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാൻ പറ്റും? എ എന്ന് എഴുതാം. അപ്പൊ ഏരിയയും ക്യാൻസൽ ആയി പോയി. അപ്പൊ സ്പെസിഫിക് വെയിറ്റ് ഇൻറ്റു ഇസഡ് ആയിരിക്കും ആ ഒരു പോയിന്റിൽ വരുന്ന എന്ത്? പ്രഷർ. സ്പെസിഫിക് വെയിറ്റ് ഇൻറ്റു ഇസഡ് ആയിരിക്കും ആ ഒരു പോയിന്റിൽ വരുന്ന പ്രഷർ. ഓക്കെ ആണോ? എയും ക്യാൻസൽ ആയി പോയി. നിങ്ങളൊന്ന് എഴുതി നോക്കിയാൽ സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് സ്പെസിഫിക് വെയിറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ നോർമലി നമുക്ക് സ്പെസിഫിക് വെയിറ്റിനേക്കാളും നമുക്ക് അറിയാവുന്നത് കുറെ ലിക്വിഡിന്റെ ഒക്കെ ഡെൻസിറ്റി ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? ഈ സ്പെസിഫിക് വെയിറ്റ് ഇൻറ്റു ജി ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുക? സോറി, സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത് റോ ഇൻറ്റു ജി ആണ്. ഡെൻസിറ്റി ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. കാരണം എന്താണ്? ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ബൈ വോളിയം. അപ്പം മാസിനെ വെയിറ്റ് ആക്കണേ എന്ത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? അതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? പി എ എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു W ഇൻറ്റു ഇസഡ് ആണ്. അതായത് സ്പെസിഫിക് വെയിറ്റ് ഇൻറ്റു ഇസഡ് ആണ്. അതിനെ മാറ്റിയിട്ട് റോ ജി ഇൻറ്റു ഇസഡ് ചെയ്യുന്നു. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി ഒന്ന് നോക്കാം. നമുക്കിപ്പം ഓക്കെ, ഈ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ അല്ലെങ്കിൽ ആ ഒരു ലിക്വിഡ് പാർട്ടിക്കിൾ ഉണ്ടാവുന്ന പ്രഷർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇവിടുത്തെ റോ ജി H1. അപ്പൊ ഫ്രീ സർഫേസിൽ നിന്നുള്ള ഡെപ്ത് അല്ലേ H1? ഏറ്റവും മേലെ ആകുമ്പോഴത്തേക്കും അവിടുത്തെ പി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈക്വൽ ടു
ഏറ്റവും മേലെ ആകുമ്പോഴത്തേക്കും ആ ഫ്രീ സർഫസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 0. അങ്ങനെയാണെങ്കിൽ ഏറ്റവും മേലെ പ്രഷർ എന്ന് പറയുന്നത് എത്രയായിരിക്കും വരും? 0 ആയിട്ട് വരും. h ഡിസ്റ്റൻസ് എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? പ്രഷർ എന്ന് പറയുന്നത് എത്രയായിട്ട് വരും? h ആഴത്തിൽ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം റോ ജി എച്ച് ആണ് അല്ലെ? ഏറ്റവും താഴെ എത്തിക്കഴിയുമ്പോൾ എത്ര വരും? അവിടുത്തെ എച്ചിന്റെ വാല്യൂ 0 ആണോ അതോ h ആണോ? മനസ്സിലായില്ലേ? ഒന്നുകൂടെ പറയണോ? മനസ്സിലായോ? അപ്പം ഏറ്റവും താഴെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? റോ ജി എച്ച് ആയിട്ട് വരും. അതായത് ഈ ഒരു ടോപ്പിൽ നിന്ന് താഴേക്ക് പോകും തോറും ഒരു ലീനിയർ വേരിയേഷൻ ആയിരിക്കും വരിക. അതായത് ഹൈറ്റ് കൂടും തോറും എന്ത് സംഭവിക്കുന്നു? പ്രഷറും കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച്. എച്ച് കൂടുന്നതനുസരിച്ച് പ്രഷറും കൂടുന്നു. അതായത് എച്ചിന്റെ വാല്യൂ 0 ആയിരുന്നപ്പോൾ 0, എച്ചിന്റെ വാല്യൂ 1 ആയിരുന്നപ്പോൾ റോ ജി, എച്ചിന്റെ വാല്യൂ 2 ആകുമ്പോഴത്തേക്കും 2 റോ ജി, എച്ചിന്റെ വാല്യൂ 3 ആകുമ്പോഴത്തേക്കും 3 റോ ജി. അങ്ങനെ എച്ച് എത്തി കഴിയുമ്പോഴത്തേക്കും എച്ച് റോ ജി. അപ്പോൾ ഇത് കിട്ടും നമുക്ക്. ഈ ഒരു പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ലീനിയർ വേരിയേഷൻ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇന്നിപ്പോ ആകെ നമ്മൾ നോക്കിയത് കുറച്ച് കാര്യങ്ങൾ മാത്രമാണല്ലേ. അപ്പോ ഞാനൊന്ന് ജസ്റ്റ് ആയിട്ടൊന്ന് ബ്രീഫ് ചെയ്ത് തരാം. എന്തൊക്കെയാ പറഞ്ഞാൽ, ആദ്യം നമുക്ക് പ്രഷർ എന്താണ് എന്ന് പഠിച്ചു, അതിന്റെ യൂണിറ്റ് പഠിച്ചു, പാസ്കൽ അതിന്റെ ഒരു യൂണിറ്റ് ആയിട്ട് പഠിച്ചു. അതുകൊണ്ട് തന്നെ പാസ്കൽസ് ലോ പഠിച്ചു. പാസ്കൽസ് ലോ പ്രകാരം എങ്ങനെയാണ് നമ്മൾ ഈ ഹൈഡ്രോളിക് മെഷീന്റെ ഒക്കെ അല്ലെങ്കിൽ ഹൈഡ്രോളിക് പമ്പിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ? പാസ്കൽസ് എന്ന് പറയുമ്പോൾ ഓർത്തോളാം, ഒരു കൺസിഡർ ചെയ്തിരിക്കുന്ന ആ ഒരു പോയിന്റിന്റെ ഫ്ലൂയിഡ് എലിമെന്റിന്റെ എല്ലാ ഡയറക്ഷനും ആക്ട് ചെയ്യുന്ന പ്രഷർ ഈക്വൽ ആയിട്ട് വരും. അതായത് പി എക്സ് ഈക്വൽ ടു പി വൈ ഈക്വൽ ടു പി ഇസഡ്. റെഡി? അതിനുശേഷം നമ്മൾ പറഞ്ഞത് എന്താണ്? പ്രഷർ ഹെഡ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല. ആ ഒരു കൺസെപ്റ്റ് ഇപ്പൊ റെഡിയാക്കണ്ട. ജസ്റ്റ് ഇവിടെ നിന്ന് ഓർത്താൽ മതി. പ്രഷർ വേരിയേഷൻ എന്ന് പറയുന്നത് ആ ഒരു ഫ്രീ ഹൈറ്റിൽ നിന്ന്, ഫ്രീ സർഫസിൽ നിന്ന് ആഴത്തിനനുസരിച്ചുള്ള വേരിയേഷൻ ആണ്. റോ ജി എച്ച് കൂടുന്നതിനനുസരിച്ച്, ഫ്രീ സർഫസിൽ നിന്നുള്ള ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് പ്രഷറും കൂടും. അപ്പം പ്രഷർ ഹെഡ് നിങ്ങൾക്ക് കൃത്യമായിട്ടില്ലെങ്കിൽ നമ്മൾ എന്താണ് അറ്റ്മോസ്ഫിയർ പ്രഷർ കൂടെ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോവാം. അപ്പൊ കുറച്ചുകൂടെ കാര്യങ്ങൾ റെഡി ആയിക്കോളും. ഓക്കെ, അറ്റ്മോസ്ഫിയർ പ്രഷർ പറയാൻ നേരത്ത് നിങ്ങൾക്ക് ആ ഹെഡിന്റെ കാര്യം ഞാൻ കാണിച്ചു തരാം. ഇനി ഞാൻ അതും കൂടെ എടുത്തോട്ടെ? അതേ അടുത്തോ? യെസ് ഓർ നോ? വേഗം പറഞ്ഞു. അറ്റ്മോസ്ഫിയർ പ്രഷർ കൂടെ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഹെഡിന്റെ കാര്യങ്ങൾ റെഡി ആവാം. എടുത്തോ? എല്ലാവരും ഓക്കെ അല്ലേ? മടുത്ത് അജയഹർഷം മടുത്ത്. എടുക്കാം അജയ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ഇച്ചിരി നേരം കൂടെ. ഓക്കെ, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പൊ നിങ്ങൾക്ക് ആ പ്രഷർ ഹെഡ് ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ള എടുത്തു നോക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ മീറ്റിംഗ് എൻഡ് ചെയ്തിട്ട് ഒന്നുകൂടെ വരുമോ? ഒന്നുകൂടെ ജോയിൻ ചെയ്യുമല്ലേ? എൻഡ് ചെയ്യുവാണേ വേഗം ജോയിൻ ചെയ്യും കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മള് ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ പ്രഷറിന്റെ കേസ് പറഞ്ഞു. അതായത് അതിന്റെ മേലെയുള്ള ലേയേഴ്സ് കാരണം അതിനകത്ത് ആക്ട് ചെയ്യുന്ന ആ ഒരു പ്രഷറാണ് അല്ലെ? ഇതേപോലെ തന്നെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിന്റെ മേലെയുള്ള ആ ഒരു എയർ കാരണം എപ്പോഴും എന്താണ്? ഒരു പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. ഈ അറ്റ്മോസ്ഫിയർ ഒരു പാർട്ടിക്കിളിലേക്കോ അല്ലെങ്കിൽ എർത്തിന്റെ സർഫസിലേക്കോ കൊടുക്കുന്ന ആ ഒരു പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. കാരണം എയറും എന്ത് തന്നെയാണ്? ഒരു ഫ്ലൂയിഡ് തന്നെയാണ്. അപ്പം ഈ ഒരു എയർ ഈ ഒരു സർഫസിലേക്ക്, എർത്തിന്റെ സർഫസിലേക്ക് അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിലേക്കോ എക്സേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രഷറാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിട്ട് പറയുന്നത്. അതായത് വെള്ളം പോലെ തന്നെ എയറിന്റെ ഇങ്ങനത്തെ ലേയേഴ്സ് താഴേക്ക് കൊടുക്കുന്ന ആ ഒരു ഫോഴ്സ് ആയിട്ടൊന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ ജസ്റ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ ഡെഫിനേഷൻ ഒന്ന് എഴുതാം. എന്റെ കൂടെ തന്നെ എഴുതിയാൽ നല്ലതായിരിക്കും. ഓക്കെ, നോർമൽ പ്രഷർ exerted by the atmosphere
in all surfaces which is in contact with the atmosphere. ഓക്കെ, അതായത് അറ്റ്മോസ്ഫിയറായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ള ആ ഒരു സർഫേസുകളിൽ ഈ ഒരു എയറിന്റെ അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയറിന്റെ ഫോഴ്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ പറയുന്നത് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 15 ഡിഗ്രി സെൽഷ്യസില് മീൻ സീ ലെവലാണ്. അതായത് സമുദ്രനിരപ്പില് 15 ഡിഗ്രി സെൽഷ്യസിൽ കിട്ടുന്ന ആ ഒരു പ്രഷറാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടോ? സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എവിടെയായിരിക്കും? മീൻ സീ ലെവൽ 15 ഡിഗ്രി സെൽഷ്യസിൽ കിട്ടുന്ന ആ ഒരു റീഡിംഗ്, അതാണ് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേര് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? ബാരോമീറ്റർ. ഓക്കെ, പൈപ്പിന്റെ ഒക്കെ പ്രഷർ, പൈപ്പിന്റെ ഒക്കെ ഉള്ളിലെ പോയിന്റ്സിന്റെ പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് മാനോമീറ്റർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് എന്താണ്? ബാരോമീറ്റർ. ഓക്കെ, അപ്പൊ ബാരോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിട്ട് നമ്മൾ പറയുന്നത് 1 ബാർ. 1 ബാർ. ഈ 1 ബാർ എന്ന് പറയുന്നത് 10, 13, 25 പാസ്കൽ, അല്ലെങ്കിൽ നമുക്ക് പറയാം 101.3 കിലോ പാസ്കൽ. ഈ വാല്യൂ ഓർത്തിരിക്കണമെന്നില്ല. 101.3 കിലോ പാസ്കൽ ആണ് എന്ത്? 1 ബാർ. അല്ലെങ്കിൽ നമുക്ക് പറയാം 1 ബാരോമീറ്റർ ആണല്ലോ 101.3 കിലോ പാസ്കൽ. ഇനിയിപ്പോ നമ്മള് ഈ പാസ്കലിന്റെ അല്ലെങ്കിൽ ഈ ഒരു അറ്റ്മോസ്ഫിയർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു ഫ്രീ സർഫസ് ആണെന്ന് വിചാരിക്കാം. ഈ ഫ്രീ സർഫസിലേക്ക് നമ്മൾ ഒരു മാനോമീറ്റർ കണക്ട് ചെയ്തു. മാനോമീറ്റർ പറയുമ്പോൾ ഈ രീതിയിലുള്ള ഒരു ട്യൂബ്. ഓക്കെ, അപ്പം ഈ ഒരു പോയിന്റ് എന്തുമായിട്ട് കോണ്ടാക്ട് ആണ്? അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ട് കോണ്ടാക്ട്. ഇതിനകത്ത് എന്താണ്? ഒരു ഫ്ലൂയിഡ്. റെഡി? ഇതിനകത്ത് ഒരു ഫ്ലൂയിഡ്. അപ്പം ഇതിന്റെ രണ്ടിലെയും, അത് കുറച്ചുകൂടെ വൃത്തിയിൽ വരയ്ക്കാം. ഒരു സെക്കൻഡ്. ഓക്കെ, ഈ ഒരു പോയിന്റ് അറ്റ്മോസ്ഫിയറായിട്ട് കോണ്ടാക്ട് ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ കാണുന്ന ഈ ഒരു ഹൈറ്റ് എന്തിന് ഈക്വലന്റ് ആയിരിക്കും? അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടുത്തെ പ്രഷറും ഇവിടുത്തെ പ്രഷറും ഈക്വൽ ആയിട്ട് വരണം. ഈ ഒരു പോയിന്റിലെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണല്ലോ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു നിശ്ചിത ഹൈറ്റ് കിട്ടും. ഓക്കെ, അതായത് ഈ ലിക്വിഡിന്റെ റോ ജി ഇൻറ്റു എച്ച്. ആ ലിക്വിഡിന്റെ ഡെൻസിറ്റി ആണ് റോ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി, ഇവിടുത്തെ ഹൈറ്റ് ആണ് എച്ച്. അപ്പോ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വലന്റ് ആയിട്ട് നമ്മൾ വെള്ളമാണ് കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ വരുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് 10.33 mm ഓഫ് വാട്ടറും 760 mm ഓഫ് HG ആയിരിക്കും ഉണ്ടാവുക. ഒന്നുകൂടി പറയാം. അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതായത് 1 ബാരോമീറ്റർ ആണ് എന്ത്? സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ പ്രഷർ. ഇതെന്ന് പറയുന്നത് എത്രയാണ്? 101.3 കിലോ പാസ്കൽ. ഇതിന് തുല്യമായിട്ട് ഒരു വാട്ടർ കോളം നമ്മൾ സസ്പെൻഡ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ട്യൂബ് വെക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഹൈറ്റ്, ആ ലിക്വിഡ്, ആ ഒരു ട്യൂബിനകത്തുള്ള ഫ്ലൂയിഡ് ലിക്വിഡ് ആണെങ്കിൽ നമുക്ക് കിട്ടുക 10.33 mm ഓഫ് വാട്ടർ ആയിരിക്കും. ഇനി അഥവാ നമ്മൾ ആ ഒരു ഫ്ലൂയിഡ്
മെർക്കുറി ആണ് വെക്കുന്നതെങ്കിൽ നമുക്ക് ഉണ്ടാവുക എത്രയായിരിക്കും? 760 mm of Hg ആയിരിക്കും. ഓക്കെ ആണോ? ഇപ്പൊ മനസ്സിലായോ? അതായത് ഈ ഒരു കിട്ടിയേക്കുന്ന ഈ ഒരു ഹൈറ്റ് ഇല്ലേ, ഈ പറഞ്ഞേക്കുന്ന ഈ ഒരു ഹൈറ്റ്, അതെന്താണ്? ഒരു പ്രഷറിന് ഈക്വലന്റ് ആയിട്ട് ഒരു ലിക്വിഡിൽ വന്നേക്കുന്ന ഹൈറ്റ്. ആ ഒരു ഹൈറ്റിന്റെ ടേംസിൽ നമ്മളൊരു പ്രഷറിനെ എക്സ്പ്രസ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അറ്റ്മോസ്ഫിയർ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെഡ് പറയുവാണെങ്കിൽ ഇൻ ടേംസ് ഓഫ് മെർക്കുറി ആണെങ്കിൽ 760 mm, ഇൻ ടേംസ് ഓഫ് വാട്ടർ ആണെങ്കിൽ എത്രയായിരിക്കും? 10.33 mm ആയിരിക്കും. ഒരു ചെറിയ ഐഡിയ ആയോ? ഓക്കെ, എല്ലാരും ഒന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യണോ? അപ്പൊ ജസ്റ്റ് പ്രഷർ എന്താണെന്ന് മനസ്സിലാക്കുക. അറ്റ്മോസ്ഫിയർ പ്രഷർ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? പ്രഷർ എന്താണെന്ന് മനസ്സിലാക്കുക. അതിന്റെ കൂടെ തന്നെ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്താണെന്നും മനസ്സിലായോ? പ്രഷർ ഹെഡ് അവിടെ നിൽക്കട്ടെ, സിമ്പിൾ ആക്കി തരാം. പ്രഷറും അറ്റ്മോസ്ഫിയർ പ്രഷറും റെഡിയാണോ? ഓക്കെ പറഞ്ഞേ, ഓക്കെ പറഞ്ഞേ. ഓക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഇപ്പൊ നമ്മള് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ പറഞ്ഞില്ലേ? ഈ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ബേസ് ആയിട്ട് വെച്ച്, അതായത് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ 0 ആക്കി വെച്ചിട്ട് നമുക്കിപ്പോ കിട്ടുന്ന, അതായത് ഒരു പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് നമ്മൾ ഒരു റീഡിംഗ് എടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? ഗേജ് പ്രഷർ എന്ന് പറയും. ഓക്കെ, ഈ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 101.3 കിലോ പാസ്കൽ ആയിരിക്കും. റെഡി അല്ലേ? സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ 0 ആക്കി വെച്ച, അതായത് നമ്മളിപ്പം ഒരു 100 മീറ്റർ ഓടുവാണെങ്കിൽ അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വെക്കൂലേ? ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നാണ് നമ്മൾ ഈ 100 മീറ്റർ അളക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു ബോൾ എറിയുവാണെന്ന് വിചാരിക്കുക, ഈ 100 മീറ്റർ ഗ്രൗണ്ടിലേക്ക്, അല്ലെങ്കിൽ നമ്മളിപ്പോ ത്രോ ബോൾ അല്ലെങ്കിൽ ഒരു ജാവലിൻ ത്രോ ഒരു ലൈനിലെ ബേസ് ചെയ്തിട്ടല്ലേ നമ്മൾ എറിയുന്നത്. അപ്പൊ ആ ലൈനിൽ നിന്ന് എത്ര ഇങ്ങോട്ടേക്കാണ് ഡിസ്റ്റൻസ് വന്നേക്കുന്നത് എന്ന് പറയും. അപ്പൊ നമ്മളിവിടെ ആ ഒരു ലൈൻ, ആ ഒരു ബേസ് ലൈൻ ആയിട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് കൊടുത്തതെങ്കിൽ പിന്നെ കിട്ടുന്ന ആ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ഗേജ് പ്രഷർ ആണ്. ഓക്കെ, ഇവിടെ ശരിക്കും 101.3 കിലോ പാസ്കലാണ് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇനി ഇതിന്റെ കുറേയും കൂടെ താഴെ 0 പാസ്കൽ ബേസ് ആക്കി വെച്ചിട്ട് നമ്മൾ പ്രഷർ മെഷർ ചെയ്യുവാണെങ്കിൽ ആ പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. എന്ത്? അബ്സല്യൂട്ട് പ്രഷർ. ഓക്കെ, 0 പാസ്കൽ അല്ലെങ്കിൽ അബ്സല്യൂട്ട് 0 എന്ന് പറയാം. അബ്സല്യൂട്ട് 0 എന്ന് പറയുമ്പോഴത്തേക്കും പ്രാക്ടിക്കലി ഒരു, അതായത് നമ്മൾ കംപ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു? നമുക്ക് ഇതിന്റെ വോളിയം കുറയുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. ഇതേപോലെ നമുക്ക് ടെമ്പറേച്ചർ കുറച്ച് ഏറ്റവും പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള, പ്രാക്ടിക്കലി അല്ല എക്സ്പെരിമെന്റലി പോസിബിൾ ആയിട്ടുള്ള ലോവസ്റ്റ് ടെമ്പറേച്ചറിൽ കിട്ടുന്ന ആ ഒരു വോളിയം ആണ്, അല്ലെങ്കിൽ ഏറ്റവും മിനിമം വോളിയം ആണ്. ഇങ്ങനെ 3-4 കൺസെപ്റ്റ് ആണ്. ഇതൊരു ഇമാജിനറി കൺസെപ്റ്റ് ആണ് ഈ ഒരു അബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത്. പ്രാക്ടിക്കലി നമുക്ക് കിട്ടില്ല. അപ്പം ഈ ഒരു അബ്സല്യൂട്ട് 0 അല്ലെങ്കിൽ 0 പാസ്കൽ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. റെഡിയാണോ? ഇപ്പൊ നമുക്ക് ഒരു പർട്ടിക്കുലർ പോയിന്റിന്റെ ഗേജ് പ്രഷർ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അബ്സല്യൂട്ട് പ്രഷർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അതിന്റെ കൂടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ PATM എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ ആണോ? അതായത് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. absolute pressure will be equal to gauge pressure plus എന്തായിരിക്കും? ഗേജ് പ്രഷർ പ്ലസ് PATM, അതായത് P അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഈ ഒരു ഇക്വേഷൻ വന്നത് മനസ്സിലായോ? അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് ഗേജ് പ്രഷർ പ്ലസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. ഇനി നമ്മളിപ്പം കൺസിഡർ ചെയ്തിരിക്കുന്ന ആ ഒരു പോയിന്റിൽ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഈ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും താഴെയാണ് നമുക്ക് വരുന്നത്. അതായത് ഈ ഒരു ഭാഗത്താണ് നമുക്ക്
പ്രഷർ റീഡിങ് കിട്ടിയത് എന്ന് വിചാരിക്കാം. ഏത് പോയിന്റിലാണ്? ഈ പോയിന്റിൽ എന്ന് പറയുമ്പോൾ ഇത് അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും താഴെയല്ലേ. ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു പ്രഷറിനെ നമ്മൾ എന്ത് പറയുന്നു? വാക്വം പ്രഷർ. VACUUM, വാക്വം പ്രഷർ. അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും താഴെയായിട്ടാണ് നമുക്ക് ആ ഒരു പ്രഷർ വന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? വാക്വം പ്രഷർ എന്ന് പറയും. അപ്പം ഈ ഒരു വാക്വം പ്രഷർ എന്ന് പറയുന്ന ലൈനാണ് ഈ കാണുന്നത്. ഇവിടം വരെ എന്താണ്? ആ ഒരു പ്രഷറിലേക്കുള്ള അബ്സല്യൂട്ട് പ്രഷർ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു ജസ്റ്റ് ഇക്വേഷൻ എഴുതാം. വാക്വം VACUUM, വാക്വം പ്രഷർ വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? വാക്വം പ്രഷർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പറഞ്ഞേ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് എന്തായിരിക്കണം? അബ്സല്യൂട്ട് പ്രഷർ. മനസ്സിലായോ? ഇല്ല, ഒന്നുകൂടെ പറയണോ? നമുക്ക് അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും താഴെയായിട്ടാണ് നമുക്ക് പ്രഷർ വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഗേജ് പ്രഷറാണ് വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാക്വം പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ലൈൻ ഒന്ന് വെറുതെ നോക്കുക. അപ്പം അബ്സല്യൂട്ട് പ്രഷറിന്റെ കൂടെ വാക്വം പ്രഷർ കൂട്ടിയാൽ എന്ത് കിട്ടും? അറ്റ്മോസ്ഫിയർ പ്രഷർ കിട്ടൂല. വാക്വം പ്രഷറിന്റെ കൂടെ അബ്സല്യൂട്ട് പ്രഷർ കൂട്ടിയാൽ നമുക്ക് അറ്റ്മോസ്ഫിയർ പ്രഷർ കിട്ടുന്നില്ലേ? ആ ഫിഗർ ഒന്ന് നോക്കിയിട്ട് മനസ്സിലാക്കിയേ. ഇപ്പൊ വരയ്ക്കണ്ട, നോക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒരാളെ കൊണ്ട് അൺമ്യൂട്ട് ചെയ്യട്ടെ. ആരാ അത്യാവശ്യം റേഞ്ചുള്ള? ദിൽഷാദ്. ദിൽഷാദ് കേൾക്കുന്നുണ്ടോ? ആ, മനസ്സിലായോ? വാക്വം പ്രഷർ എന്ന് മനസ്സിലായോ? അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും താഴെയായിട്ടാണ് നമുക്ക് ആ ഒരു പോയിന്റിന്റെ പ്രഷർ എങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വാക്വം പ്രഷർ. അത് ഓഡിയോ? ഓക്കെ. അപ്പം ജസ്റ്റ് വാക്വം പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് അളക്കുന്നത്? അറ്റ്മോസ്ഫിയർ പ്രഷറിൽ നിന്ന് തന്നെയാണ് അളക്കുന്നത്. ഈ ഡിസ്റ്റൻസ്, ഇവിടെ നിന്ന് താഴേക്കുള്ള ഈ ഡിസ്റ്റൻസ് ആണ് എന്ത്? വാക്വം പ്രഷർ. റെഡി അല്ലേ? അപ്പം വാക്വം പ്രഷർ കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ച എന്ത് ചെയ്താൽ മതി? വാക്വം പ്രഷർ കണ്ടുപിടിക്കണേല് ഈ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? അബ്സല്യൂട്ട് പ്രഷർ കുറച്ചാൽ പോരെ. എന്നല്ലേ നമുക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടുള്ളൂ. കാരണം അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്കും അബ്സല്യൂട്ട് 0 മുതൽ ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ്. അറ്റ്മോസ്ഫിയർ പ്രഷറിൽ നിന്ന് താഴേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? വാക്വം പ്രഷർ. അപ്പം വാക്വം പ്രഷർ എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ മൈനസ് അബ്സല്യൂട്ട് പ്രഷർ. ഈ ഇക്വേഷൻ ഓർക്കാൻ പറ്റുമോ? റെഡിയാണോ ദിൽഷാദേ? കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? ഇല്ല. എല്ലാരും ഓക്കെ ആണോ? എല്ലാരും ഓക്കെ ആണോ? ഒരു ഉഷാറ് പോരല്ലോ, അടുത്ത. അപ്പം ജസ്റ്റ് ഓർത്തോളാം, എന്താണ് അബ്സല്യൂട്ട് പ്രഷർ, എന്താണ് വാക്വം പ്രഷർ, എന്താണ് ഗേജ് പ്രഷർ. ഈ മൂന്നെണ്ണം തമ്മിലുള്ള റിലേഷൻ നിങ്ങളൊന്ന് ഓർക്കണം. അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഗേജ് പ്രഷർ പ്ലസ് അറ്റ്മോസ്ഫിയർ പ്രഷർ ആയിരിക്കണം. വാക്വം പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അറ്റ്മോസ്ഫിയർ പ്രഷർ മൈനസ് അബ്സല്യൂട്ട് പ്രഷർ ആയിരിക്കണം. ഓക്കെ. ഓക്കെ ഓക്കെ അപ്പോ ഇതിന്റെ ക്വിസ് വേണോ? ഒന്ന് അതേം എടുത്തോ. ഗെയിം വേണോ? കഴിഞ്ഞു, ക്ലാസ് കഴിഞ്ഞു. ഗെയിം വേണമെങ്കിൽ വെക്കാം. ഗേജ് പ്രഷർ എന്നാണ് പറയുന്നത്. ഗേജ് പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഗേജ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അളക്കാനുള്ള, ഇപ്പൊ മാനോമീറ്റർ ഒക്കെ വെച്ചിട്ട് നമ്മൾ അളക്കുവാണെങ്കിൽ അത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ 0 വെച്ചിട്ടായിരിക്കും നമുക്ക് ആ ഹൈറ്റ് കിട്ടുന്നത്. ഗേജ് എന്ന് പറയുമ്പോൾ അത്രേ ഉള്ളൂ. ഒരു ഇൻസ്ട്രുമെന്റ്, എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് നമ്മൾ അളന്നെടുക്കുകയാണെങ്കിൽ, അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. ഒരു പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് കുറേ നമ്മൾ കേട്ടിട്ടില്ലേ? അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട്, മെക്കാനിക്കൽ ഗേജസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതേപോലെ ഏതെങ്കിലും ഒരു ഗേജ് ഉപയോഗിച്ച് നമ്മൾ പ്രഷർ മെഷർ ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ടാണ് അതിനെ ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. ഗേജ് എന്ന് പറയുമ്പോൾ ആ ഒരു അർത്ഥം, ഒരു ഇൻസ്ട്രുമെന്റ് പോലെ. അപ്പോ നമുക്കെന്നാ ക്വിസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ക്വിസ് അറ്റൻഡ് ചെയ്യാനുള്ള ലിങ്ക്. എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ജോയിൻ ചെയ്യാം.
എത്ര പേരായി? 14 പേര്. ഇനിയും ജോയിൻ ചെയ്യാൻ മെസ്സേജ് കിട്ടാത്തവരുണ്ടോ? 17. ജയകൃഷ്ണൻ എല്ലാവരും ഉണ്ടല്ലോ. കറക്കി കുത്തിയേക്കരുത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. ഇനി വെയിറ്റ് ചെയ്യണോ? സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. മെസ്സേജ് അയച്ചേ. നോക്കട്ടെ, ഗ്രൂപ്പിൽ ഒന്ന് ഇട്ടേക്കാം. അപ്പൊ ആർക്കെങ്കിലും ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കയറിയാൽ നിങ്ങൾക്ക് ക്വിസ് അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോ ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യേണ്ടത് വേഗം ജോയിൻ ചെയ്യാം. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അഞ്ച് ക്വസ്റ്റ്യൻ ആണ് ഇന്നുള്ളത്. ശ്രദ്ധിച്ച് ചെയ്യാൻ നോക്കുക. ഓക്കെ, Pascal's law states that pressure in a dynamic fluid is different in different direction. Pressure in a dynamic fluid is same in all direction. Pressure in static fluid is same in all direction. Pressure in static fluid is different in all direction. Pascal's law. ഓക്കെ, 82% ആൾക്കാർ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. 31 ആൾക്കാരാണ് ആൻസർ ചെയ്തത്. അപ്പോ നമുക്ക് ലീഡർ ബോർഡ് ഒന്ന് നോക്കാം. ഇച്ചിരി സ്പീഡാക്കി പറയാട്ടോ ഇപ്രാവശ്യം. എല്ലാരും വേറെ വേറെ പേരാന്ന് തോന്നുന്നു വെച്ചേക്കുന്നത്. അപർണ, കത്തി, പഫി, എന്തോന്നാ ഇത്? ഓക്കെ, സ്വന്തം പേര് വെക്കുന്നതായിരുന്നു നല്ലത്. നെക്സ്റ്റ് വൺ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. Pressure head is expressed in. Pressure head is expressed in. Pressure head ആണ്. എല്ലാവരും നോക്കാൻ തെറ്റിക്കും, കാരണം നമ്മൾ പ്രഷർ ഹെഡ് ആണ് കുറെ കൺഫ്യൂസിംഗ് ആയിട്ട് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു അതൊരു ഹൈറ്റിന്റെ ടേംസിലാണ് നമ്മൾ ആ ഒരു പ്രഷർ ഹെഡ് എടുക്കുക എന്നുള്ളത്. ഓക്കെ, അതാരെങ്കിലും ശരിയാക്കുമോ നോക്കട്ടെ. ഓക്കെ, 9 ആൾക്കാർ ശരിയാക്കിയിട്ടുണ്ട്. അത് 26% ആൾക്കാർ ശരിയാക്കിയിട്ടുണ്ട്. പ്രഷർ ഹെഡ് അല്ല, ഇന്റൻസിറ്റി ഓഫ് പ്രഷർ ആണ് നമ്മൾ എന്തിൽ എടുക്കുന്നത്? പാസ്കൽ എടുക്കുന്നത്. പ്രഷർ ഹെഡ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ആ ഒരു ലിക്വിഡ് കോളത്തിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഹൈറ്റിന്റെ ടേംസിലാണ് എടുക്കുന്നത്, എച്ചിന്റെ ടേംസിൽ. അതുകൊണ്ട് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ ആണ്. ഓക്കെ, അത് സാറില്ല, കാരണം അത് നിങ്ങൾക്ക് പറഞ്ഞപ്പോഴാണെങ്കിലും കുറച്ച് കൺഫ്യൂഷൻ വന്നായിരുന്നു. അപ്പൊ അത് ഞാൻ മാറ്റി പറഞ്ഞുതരാം കേട്ടോ. നമുക്കിനി ഇന്നത്തെ ബാക്കിയുള്ളത് നോക്കാം. ഓക്കെ, മാറിയിട്ടുണ്ട്. ആദിത്യയാണ് ഇപ്പൊ ഒന്നാമത് വന്നിട്ട്. ചിത്ര ഉണ്ട്, ടോണി. ഓക്കെ, റെഡി. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 3. സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്രയാണെന്നാണ് ചോദ്യം. സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ 10⁵ ബാരോമീറ്റർ, 760 mm of HG, 10.33 mm of mercury, none of this. ഇന്നത്തെ ഏതാണ് കറക്റ്റ് ആൻസർ? ഓക്കെ, 32% ആൾക്കാർ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഓർത്തുകൊള്ളുക, 10⁵ ബാരോമീറ്റർ അല്ല. 10⁵ ആയിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞ 10, 13, 25 പാസ്കൽ ആയിരുന്നു, അല്ലെങ്കിൽ 1 ബാരോമീറ്റർ. സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്നത് 1 ബാരോമീറ്റർ ആയിരിക്കാം. 10, 13, 25 അല്ലെങ്കിൽ 101.3 കിലോ പാസ്കൽ പറയാം, അല്ലെങ്കിൽ 760 mm of HG, അല്ലെങ്കിൽ 10.33 mm of
വാട്ടർ ആയിരുന്നു. അത് തിരിച്ചവിടെ വന്നത്. ഇതൊന്നുമല്ല, നൺ ഓഫ് ദീസ് ആയിരുന്നു നമ്മുടെ ആൻസർ. അപ്പോ ഇത് നോക്കാം ഇനി. കുറെ പേര് തെറ്റിച്ചു അല്ലെ. അഭിനവ്, ഓക്കെ, ചിത്ര ഇപ്പം ടോപ്പറായിട്ട് വന്നേക്കുന്നത് ചിത്രമാണ്. ഇനി നമുക്ക് 2 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 4. Pressure in a particular liquid is dependent on. Pressure in a particular liquid is depending on. നമ്മളതിന്റെ പാരാമീറ്റേഴ്സ് പറഞ്ഞു. ഹൈറ്റ് ഫ്രം ദി ഫ്രീ സർഫസ് ഉണ്ട്, വോളിയം ഉണ്ട്, ഏരിയ ഉണ്ട്, ഓൾ ഓഫ് ദിസ്. ഏതാണ് കറക്റ്റ് ആൻസർ? ആ ഇക്വേഷൻ ഓർത്തിരിക്കണം. റോ ജി എച്ച് ആയിരുന്നു ഇക്വേഷൻ. അതിനകത്ത് ഏരിയന്റെ ടൈം ഉണ്ടോ, വോളിയത്തിന്റെ ടൈം ഉണ്ടോ? ഓൾ ഓഫ് ദിസ്, നൺ ഓഫ് ദിസ് കഴിഞ്ഞു. എന്നാൽ പിന്നെ ഇനി ഓൾ ഓഫ് ദിസ് കുത്താന്ന് വിചാരിച്ച് ചെയ്തു അല്ലെ. ഹൈറ്റ് ഫ്രം ദി ഫ്രീ സർഫസ് ആണ്. കാരണം എന്താ? റോ ജി എച്ച് ഡെൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കോൺസ്റ്റന്റ് ആണ്. പിന്നെ ഉള്ളത് എന്താണ്? ഹൈറ്റ് ഫ്രം ദി ഫ്രീ സർഫസ്. അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് എ ആയിരുന്നു കേട്ടോ. അപ്പോ അടുത്തത് ഇപ്രാവശ്യം ലീഡിംഗ് ആയിട്ട് വന്നേക്കുന്നത് ഹാർട്ട്സ്ട്രോം. ആരാന്ന് പേരെഴുതിയില്ല. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ചെറിയ ഡിഫറൻസ് ഉള്ള ഇപ്രാവശ്യം പോയിന്റില്. Gauge pressure measured at a particular point was 24 kilopascal. What will be the absolute pressure? Gauge pressure തന്നിട്ടുണ്ട്. Absolute pressure എത്രയായിരിക്കും? ഇതിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി? അറ്റ്മോസ്ഫിയർ പ്രഷർ കൂട്ടിയാൽ മതി. സമയം തീരാനായേ. ഓക്കെ, ഇപ്രാവശ്യത്തെ വിന്നർ ആരാന്ന് നമുക്കിപ്പോ മനസ്സിലാക്കാം. ഓക്കെ, എന്ത് ചെയ്താൽ മതിയായിരുന്നു? 24ന്റെ കൂടെ 101.3 അല്ലായിരുന്നു. അപ്പൊ അത് കൂട്ടുമ്പോൾ എത്രയാ വരിക? 125.3 ആയിരുന്നു. ഓക്കെ, അങ്ങനത്തെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് വേഗം ചെയ്യാൻ കിട്ടിയാണ്. ഓക്കെ, നമുക്കപ്പം ഫൈനൽ ആയിട്ടുള്ള റിസൾട്ട് ഒന്ന് നോക്കാം. ഓക്കെ, കുറെ പേര് വിന്ന് തെറ്റിച്ചു അല്ലെ. അപ്പോ ഫൈനൽ ആയിട്ടുള്ള ഹാർട്ട്സ്ട്രോം ആണ്. ഇത് ആരാണ് എന്ന് പറയാമോ? ആരാ ഹാർട്ട്സ്ട്രോം? ഇന്നത്തെ സമ്മാനം കമ്പനിക്ക് പോയി. കാരണം ഒറിജിനൽ പേരല്ലോ വെച്ചേ. അപ്പൊ അത് കമ്മിറ്റിക്ക് പോയി. ഓക്കെ, അപ്പൊ ഇന്നത്തെ ടോപ്പ് സ്കോർ ആയിട്ട് നമുക്ക് അർഷീനെ പ്രഖ്യാപിക്കാം. രണ്ടാമതായിട്ട് ചിത്ര, മൂന്നാമതായിട്ട് സ്വരൂപ്. ഓക്കെ അല്ലേ? സ്വന്തം പേര് വെച്ചിട്ട് കയറണ്ടേ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അപ്പോൾ ഇനി അടുത്ത ദിവസം കാണാം. അപ്പൊ ഇന്നത്തെ ഏതെങ്കിലും കൺഫ്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. പേഴ്സണൽ ആയിട്ട് തന്നെ ചോദിക്കാം. നിർത്തട്ടെ? എന്നാ ശരി, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നോക്കണം റെക്കോർഡർ ആക്കാം. റെക്കോർഡ് റേഞ്ച് പ്രശ്നമുള്ളവർക്ക് കുഴപ്പമില്ല. റെക്കോർഡ് ക്ലാസ് അയച്ചു തരാം. ഇത് വെച്ച് ചെയ്താൽ മതി കേട്ടോ. ഹാർട്ട്സ്ട്രോം ആരാന്ന് പറഞ്ഞില്ല? തരാം. ഓക്കെ, എന്നാ ബൈ.